UAE സന്ദർശനം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കുണ്ടാക്കിയ ഇമേജ് ചെറുതല്ല. അതിനിടെ സദസ്സിന് ചിരി നൽകിയ സംഭവങ്ങളുമുണ്ടായി. വ്യവസായികളുടെ സംഗമത്തിൽ ഉയർന്ന ഒരു ചോദ്യത്തിന് രാഹുൽ ഗാന്ധി നൽകിയ മറുപടിയാണ് ചിരി പടർത്തിയത്. നരേന്ദ്രമോദി അവിവാഹിതനായതിന്റെ പ്രചോദനം കൊണ്ടാണോ താങ്കളും വിവാഹിതനാവാത്തത് എന്നായിരുന്നു ചോദ്യം. എന്നാൽ അദ്ദേഹത്തിന്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു: മോദി വിവാഹിതനാണ്, ഞാൻ വിധിയിൽ വിശ്വസിക്കുന്നു. വിവാഹം നടക്കേണ്ട സമയത്ത് നടക്കും. ഇപ്പോൾ പാർട്ടി പ്രവർത്തനങ്ങളുടെ തിരക്കിലാണ്. വ്യാജ വാർത്തകളും സമൂഹ മാധ്യമ പ്രചാരണങ്ങളും തമാശയായേ കാണാറുള്ളൂ. മോദിയും കൂട്ടരും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പലതും പഠിച്ചെന്നും അതുകൊണ്ട് അദ്ദേഹത്തെ ഗുരുവായി കാണുന്നതായും രാഹുൽ പറഞ്ഞു. താനൊരിക്കലും മോദിയെ വ്യക്തിപരമായി അപമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞ രാഹുൽ മറുപക്ഷത്ത് നിന്ന് അങ്ങനെയല്ലെന്നും ചൂണ്ടിക്കാട്ടി. പ്രവാസികളുടെ സഹായം കൂടാതെ രാജ്യത്ത് പുരോഗതി കൊണ്ടുവരാൻ സാധിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നു. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമൂഹത്തോട് സംവദിക്കുകയായിരുന്നു രാഹുൽ. നിരവധി ആളുകളാണ് രാഹുൽ ഗാന്ധിയെ കാണാൻ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെത്തിയത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി UAEയിലെത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും പത്നിയും നൽകിയത്. കഴിഞ്ഞ 4 വർഷമായി രാജ്യത്ത് അസഹിഷ്ണുതയുടെ കാലമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളിൽ പ്രവാസികൾ ഒന്നിച്ചു നിൽക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. രാജ്യത്തെ രാഷ്ട്രീയ താൽപര്യത്തിനായി വിഭജിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മതം, ഭാഷ, സംസ്കാരം, സാമ്പത്തിക നിലവാരം എന്നിങ്ങനെ പല പേരുകളിലാണ് രാജ്യത്ത് വിഭജനം നടക്കുന്നത്. GSTയും നോട്ട് നിരോധനവും രാജ്യത്തെ തകർത്തുവെന്നും തൊഴിൽ രഹിതരായ യുവതയെയാണ് രാജ്യത്ത് കാണാൻ കഴിയുകയെന്നും രാഹുൽ പറഞ്ഞു. രാജ്യത്തെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം ചെയ്യാൻ പ്രവാസികൾക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും രാഹുൽ ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ കർഷകർക്ക് ഭാവിയെക്കുറിച്ച് ആശങ്ക മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. വീണ്ടും ഒരു ഹരിത വിപ്ലവത്തിന് സമയമായിരിക്കുന്നുവെന്നും സാങ്കേതിക വിദ്യ കൊണ്ടുള്ള സഹായം രാജ്യത്തെ കർഷകർക്ക് നൽകാൻ പ്രവാസികൾക്ക് സാധിക്കുമെന്നും രാഹുൽ പറയുന്നു. ദുബായ് ജബൽ അലി വ്യവസായശാലയിലെ ആയിരങ്ങളും രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചു. 2 ദിവസത്തെ UAE സന്ദർശനത്തിനെത്തിയ രാഹുൽ തൊഴിലാളികളെ കാണാൻ എത്തുകയായിരുന്നു. മൻ കി ബാത്തിനല്ല ഞാൻ വന്നത്, നിങ്ങളെ കേൾക്കാനാണ്, രാഹുൽ ലേബർ ക്യാമ്പിലെ തൊഴിലാളികളെ അഭിസംബോധന ചെയ്തു പറഞ്ഞു. ഞാൻ വലിയവനല്ല, നിങ്ങളിൽ ഒരാളാണെന്നും രാഹുൽ പറഞ്ഞു. മരണം വരെ എന്റെ വാതിലുകൾ, എന്റെ കാതുകൾ, എന്റെ ഹൃദയം ഇന്ത്യയ്ക്ക് തുറന്നിരിക്കും. പ്രവാസികളുടെ കൂടി വിയർപ്പാണ് ഇന്ത്യ. അവരുടെ ശബ്ദം പാർലമെന്റിൽ കേൾക്കണം. ഇന്ത്യ വെറും ഭൂപ്രദേശമല്ല, ഓരോ ഇന്ത്യക്കാരനുമാണ് ഇന്ത്യ. ഇവിടെ ദുബായിലേക്ക് വരുമ്പോൾ ഇന്ത്യയും കൊണ്ടാണ് നിങ്ങൾ വരുന്നത്, പ്രവാസികളോടായി രാഹുൽ പറഞ്ഞു. UAEയിലെ കൂറ്റൻ കെട്ടിടങ്ങളും മികച്ച റോഡുകളും കാണുമ്പോൾ നിങ്ങളുടെ വിയർപ്പും അധ്വാനവുമെല്ലാം ഇതിലുണ്ടല്ലോ എന്നോർത്ത് അഭിമാനം തോന്നാറുണ്ടെന്നും അദ്ദേഹം തൊഴിലാളികളോട് പറഞ്ഞു. രാഹുലിന്റെ വാക്കുകൾക്ക് കാതടപ്പിക്കുന്ന കയ്യടികളാണ് സദസ്സിൽ നിന്നുയർന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.